ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു 2026 നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു വ്യക്തിയാവാനും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായ വീഡിയോസാണ് ഈ മാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഒരിക്കലും കാണിക്കാത്ത യഥാർത്ഥ ജീവിതം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യൂട്യൂബ്, ഫേസ്ബുക്ക്, അതുപോലെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്തവർ വളരെ ചുരുക്കമാണ്. ഇല്ല എന്ന് ഞാൻ പറയില്ല, എന്നാലും ഭൂരിഭാഗം പേരും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നൊരു ഫീലിംഗ് അതെന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നും നമ്മൾ ഭയങ്കര ബാക്കിലോട്ടാണോ, മറ്റുള്ളവരൊക്കെ ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അവർ ലൈഫിൽ കുറേ കൂടി ഹാപ്പി ആണല്ലോ, അല്ലെങ്കിൽ അവർ നേടുന്ന അച്ചീവ്മെൻറ്റ്സും അതേപോലെ മറ്റുള്ളവരുടെ ലൈഫിൽ പല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളുടെ ലൈഫ് അത്രയും ഇൻട്രസ്റ്റിംഗ് അല്ല എന്നൊരു ഫീല് പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പണ്ട് നമുക്ക് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ആരെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളോ അങ്ങനത്തെ വളരെ ലിമിറ്റഡ് ആയിട്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങളിൽ ഉപരിയായിട്ട് ഇപ്പോൾ നമ്മൾ വേൾഡിലുള്ള ഒരുപാട് പേരുടെ ലൈഫിലെ കാര്യങ്ങളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് മാത്രം, സന്തോഷമുള്ളത് മാത്രം, അല്ലെങ്കിൽ അവരുടെ വിജയങ്ങൾ മാത്രം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുട്ടിയായാലും ഫോട്ടോ ഇടുമ്പോൾ പോലും ഫിൽറ്റേഴ്സും അതുപോലെ മേക്കപ്പും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോസാണ് നമ്മൾ കാണുന്നത്. അപ്പം അതായത് നല്ല കാര്യങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുന്നത്, ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അതിൻ്റെ മറുവശം പലപ്പോഴും നമ്മൾ കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കണ്ട് വരുമ്പോൾ നമ്മുടെ ലൈഫ് ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് നമുക്ക് തോന്നണം. കാരണം നമ്മളെപ്പോഴും ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഫുള്ളായിട്ടും നിർത്തിയിട്ട് നമുക്ക് ജീവിക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ചിലർ ഫേസ്ബുക്കും വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് വാട്സപ്പെങ്കിലും ഇല്ലാതിരിക്കില്ല. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളാകെ ചിന്തിക്കേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകൾ ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോസ് കാണുമ്പോഴായാലും ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ലൈഫിനോട് നമുക്കൊരു വിഷമോ സങ്കടമോ ഒന്നും തോന്നില്ല. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു സർവ്വമായം പോലെയാണ്. അതായത് ഒരു ഇല്യൂഷനാണ്. നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണല്ലോ എന്ത് തന്നെയായാലും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നതെല്ലാം നുണയാണെന്നോ അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളടക്കം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ സത്യസന്ധമായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ലൈഫിലെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് മാത്രമാണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ 24 മണിക്കൂർ മുഴുവൻ അതിലില്ല. ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽ ഇതൊക്കെ 1 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതാണ്. അതിൽ എത്രത്തോളം നമ്മുടെ ലൈഫിൽ മുഴുവൻ കാര്യങ്ങളുണ്ടാവും. അതിൽ കൂടുതലും കാണിക്കുക എല്ലാവരും പോസിറ്റീവായിട്ടുള്ളതും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അന്നത്തെ ദിവസം രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര പാടായിരുന്നിട്ടുണ്ടാവും, വൈകിട്ട് നമുക്ക് വേറെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, സങ്കടങ്ങൾ വന്നിട്ടുണ്ടാവും, മക്കളായിട്ട് വഴക്ക് കൂടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് മുഴുവൻ ആരും വീഡിയോയിലൂടെ ഷെയർ ചെയ്യില്ല. അത് ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മളെപ്പോഴും നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൈവറ്റായിട്ട് തന്നെ വെക്കും. അതിന് ആര് ചോദിച്ചാലും നമ്മളത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ ലൈഫിലുള്ള ഫുൾ കാര്യങ്ങളൊന്നും നമുക്കൊരു വീഡിയോയിലൂടെ ഒന്നും അറിയാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആ കാണുന്ന വ്ളോഗും വീഡിയോ ഒക്കെ കാണുമ്പോൾ അവരെന്തൊരു ഹാപ്പിയാണ്, അവരുടെ ലൈഫൊക്കെ ഇത് പെർഫെക്റ്റ് ആണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ ലൈഫ് ഇതെന്ത് ഇങ്ങനെ ഓരോ ദിവസം പലതരത്തിലായിട്ട് നമ്മളൊരു ഫെയിലിയർ ആണല്ലോ, ഒരു തോൽവിയാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ദിവസം ഒരിക്കലും സൂപ്പറായിട്ടും പെർഫെക്റ്റ് ആയിട്ടും അങ്ങനെ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അത് റെയറാണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെ നമ്മുടെ ദിവസം കൊണ്ടുപോകുക. ഈ കാണുന്ന കണ്ടൻറ്റുകളൊക്കെ കണ്ടൻറ്റുകളായിട്ട് മാത്രം നമ്മൾ എടുക്കുക. അതിൽ നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യുക. അത്രമാത്രം മതി. അല്ലാതെ അത് വെച്ച് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും സന്തോഷം കിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ കാണുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസിൽ എല്ലാവരും സന്തോഷമായിട്ട് ചിരിച്ചിരിക്കുന്ന ആ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ എന്ന് പറയുന്നത് എഡിറ്റഡ് ആയിട്ടുള്ളൊരു വേർഷനാണെന്ന് പറയാം. അതായത് ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടായ ഒരു ഹാപ്പിനെസ്സും സന്തോഷമാണ് അതിൽ വരുന്നത്. പക്ഷേ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ പുറകിലുള്ള ഫാമിലി ലൈഫ് എങ്ങനെയാണെന്ന് നമുക്കൊരു ഇതില്ല. ചിലപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ചിരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടാവും. അതിന് മുൻപ് ഒരുപാട് വഴക്കൊക്കെ കൂടിയിട്ടാവും ചിലപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും ഇരുന്നിട്ടുണ്ടാവുക. ആ വന്ന ഇറിറ്റേഷൻ പ്രഷറൊന്നും ആരും കാണുന്നില്ല. അതുപോലെ മറ്റു പലരുടെയും സക്സസ് സ്റ്റോറീസ്, സക്സസ് അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഒരു വാഹനം മേടിച്ചു, ഒരു വീട് വെച്ചു, ഇതിൻ്റെയൊക്കെ വീഡിയോസോ ഫോട്ടോസൊക്കെ നമ്മൾ നല്ലതിൽ കാണുമ്പോൾ അതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും നമുക്ക് ആലോചിച്ചറിയാലോ. ഒരു വീടൊക്കെ വെക്കുമ്പോൾ എത്രമാത്രം സ്ട്രെസ്സും ടെൻഷനും അവർ അനുഭവിച്ചിട്ടുണ്ടാവുന്നു. അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുമ്പോൾ ഒക്കെ അതിൻ്റെ ലോൺ അടയ്ക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രഷറൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് പലപ്പോഴും. പക്ഷേ ആ ലൈഫിൽ ഹാപ്പി മൊമെൻറ്റ്സ് ആണ് എല്ലാവരും ഷെയർ ചെയ്യുക. അല്ലാതെ അതിന് പിന്നിലുണ്ടായ സ്ട്രെസ്സൊക്കെ പറയും, പക്ഷേ അത് അങ്ങനെ ഭയങ്കരമായിട്ട് ഷെയർ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഈ ഫോട്ടോ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് വാവ് എന്ത് സക്സസ്ഫുൾ ലൈഫ് അവർ, അല്ലെങ്കിൽ പഠിച്ച് ഒരുപാട് എന്താ പറയുക സമ്മാനങ്ങളോ അല്ലെങ്കിൽ വിജയങ്ങളൊക്കെ നേടുമ്പോൾ നമ്മൾ വിചാരിക്കും വാവെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടോ അതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ആകെ കാണുന്നത് ആ ഒരു ഹാപ്പി മൊമെൻറ്റ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാണ്. അപ്പോൾ നമ്മളൊന്നിനും കൊള്ളില്ല എന്നൊരു ഫീൽ നമുക്ക് ഉള്ളിൽ വരാണ്.
അപ്പം അങ്ങനെ ചിന്തിക്കാതെ നമ്മളും ഒരു ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത്ര ആലോചിച്ചാൽ മതി. മറ്റുള്ളവർ ചെയ്യുമ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ്. മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഒരിക്കലും ഒരു ഫാമിലി ലൈഫിൻ്റെ റിയൽ സൈഡുകൾ മുഴുവനായിട്ടും തുറന്നു കാണിക്കുന്നില്ല. അത് കാണിക്കാനും പറ്റില്ല. അത് കാണിക്കുന്ന വീഡിയോസ് ഉണ്ടാവാം, പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് നെഗറ്റീവ്സും പലപ്പോഴും കേൾക്കാറുണ്ട്. കാരണം റിയലായിട്ടും നമ്മൾ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു വ്ളോഗിലൂടെ സിമ്പിളായിട്ട് പറയാം, എനിക്ക് അങ്ങനെ കുറേ നെഗറ്റീവ് വരാറില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരുപാട് അങ്ങനത്തെ പ്രൈവറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഞാൻ അങ്ങനെ വീഡിയോസിലൂടെ പറയാറില്ല. എങ്കിൽ പോലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള കറികളൊക്കെയാണ് ഞാൻ സാധാരണയുടെ ദിവസങ്ങളൊക്കെ ഉണ്ടാക്കുക. സാറ്റർഡേ സൺഡേക്കാണ് സ്പെഷ്യൽ ഉണ്ടാക്കുക. ചില ദിവസങ്ങളിൽ കഞ്ഞിയും പയറും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലർ ചോദിക്കും, ഇത് എന്ത് ഫുഡാണിത്, ഇതൊക്കെയാണോ കഴിക്കുന്നത്, ഇത്ര സിമ്പിളാണോ, ഇങ്ങനത്തെ ഫുഡൊക്കെ നിങ്ങളുടെ മക്കൾ കഴിക്കുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ ചിന്തിക്കും, ഇങ്ങനത്തെ ഫുഡൊക്കെ സാധാരണ എല്ലാവരും വീടുകളിൽ കഴിക്കുന്നതല്ലേ. പക്ഷെ പലപ്പോഴും പല വീഡിയോസിലൂടെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ഉണ്ടാക്കി അത് കഴിക്കുന്ന ഒരു ട്രെൻഡും റുട്ടീൻസും കാണുമ്പോൾ ഇതെന്ത് ഇങ്ങനെയെന്ന് തോന്നുക. അതിൽ കമൻ്റ് ഇടുന്ന വീടുകളിൽ പോലും സാധാരണ പോലെ തന്നെയായിരിക്കും ഭക്ഷണം കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ. എങ്കിൽ പോലും മറ്റുള്ളവരുടെ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളായി പോയല്ലോ, ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് അല്ലല്ലോ എന്ന് തോന്നി ചിലപ്പോൾ കമൻ്റ് ഇടുന്നതാവാം. എന്നിരുന്നാലും ഞാൻ പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ അനുകരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ വീഡിയോസിലൂടെ ഞാനങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം വെറുതെ വീഡിയോയിലൂടെ അത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്ന പലരും അത് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങും. അവർക്ക് ലൈഫിൽ നിരാശ വരും. അപ്പോൾ പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വീടെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ മക്കളായാലും മിസ്റ്റേക്സ് ചെയ്യുമ്പോൾ അവർ ഉപദേശിക്കും, അവർക്ക് ദേഷ്യം വരും, അതിൻ്റെ വഴക്കുകൾ നടക്കും, കുട്ടികൾ തമ്മിൽ വഴക്ക് നടക്കും. നമ്മളിപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഫാദറും മദറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഇതാണ് വീടെന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്ളോഗിലൂടെ കാണുന്ന ഭയങ്കര ഹാപ്പി മാത്രമല്ല, അതിൽ സങ്കടങ്ങളും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴാണ് ഒരു വീടാവുന്നത്. അല്ലാതെ ഫുൾ ടൈം വ്ളോഗിലൂടെയൊക്കെ കാണുന്ന പോലത്തെ അത്രയും പെർഫെക്റ്റ് വീടുകളൊക്കെ ഉണ്ടാവാം ചിലപ്പോൾ, എനിക്കറിയില്ല. പക്ഷെ അതിങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അതൊരു പെർഫെക്റ്റ് ഹോമായിട്ട് അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഫീല്. അതെന്താ വെച്ചാൽ നമ്മൾ ആ സക്സസ് മാത്രമേ കാണുന്നുള്ളൂ, അവർ വിജയിച്ച കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥമായിട്ടൊരു സക്സസ്സിലേക്ക് എത്തണമെങ്കിൽ, ഒരു വിജയത്തിലേക്ക് എത്തണമെങ്കിൽ അത് ഒരുപാട് സ്ലോ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഫാസ്റ്റ് അല്ല. ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് ഒരുപാട് നാളത്തെ ക്ഷമയും അതുപോലെ തന്നെ കൃത്യനിഷ്ഠമായിട്ട് ആ കാര്യം നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ സക്സസ്സിലേക്ക് എത്തുന്നത്. അത് എളുപ്പപ്പണിക്ക് സക്സസ്ഫുൾ ആവുന്നവരുണ്ട്, പക്ഷെ അത് അധികം നാൾ നിലനിൽക്കില്ല. നമ്മൾ നല്ല രീതിക്ക് സക്സസ്ഫുള്ളായി അത് സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്താൽ തന്നെയാണ് അതിൽ വരുള്ളൂ. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. നമുക്ക് എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഒരുപാട് സന്തോഷങ്ങൾ നമ്മൾ മാറ്റിയൊക്കെ വെക്കേണ്ടി വരും. അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുന്നത്. അതൊരു ബോറിംഗ് പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു കാര്യവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ല. അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് അതോടൊപ്പം തന്നെ ഭയങ്കര ബോറിംഗ് ആണ്. നമുക്ക് മടുപ്പ് തോന്നും. എന്നിട്ടും അത് തരണം ചെയ്തവരാണ് ആ സക്സസ്സിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോസിൽ കാണുന്ന ആ സക്സസ്സിൻ്റെ പിക്ചറും അതിൻ്റെ ബാക്കിലെ കാര്യം കൂടി നമ്മളൊന്ന് സോഷ്യൽ മീഡിയ അധികമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പിന്നെ വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ ഉള്ളിലൊരു ഇല്ലായ്മ ഫീൽ ചെയ്യുക. അതായത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെ ലൈഫ് കാണുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കമ്പാരിസൺ നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, നമ്മളൊന്നിനും കാര്യമില്ല, നമ്മുടെ ലൈഫ് ഒരു രസമില്ല, നമുക്ക് ഇതിൽ കാണുന്ന ഐറ്റംസ് ഒന്നും മേടിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഡ്രസ്സിങ് സെൻസ് കൊള്ളില്ല, എന്നെ കാണാൻ ഭംഗിയില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കമ്പാരിസൺ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. ഒരുപാട് ഉപകാരങ്ങൾ ഉള്ള പോലെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ സൈഡ് എഫക്ട്സും കൂടി നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി കോൺഷ്യസ് ആകും ഭയങ്കരമായിട്ട്. നമുക്ക് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ടീനേജ് കുട്ടികൾക്കൊക്കെ ഇതിലുള്ള വീഡിയോസ് കണ്ട് എനിക്കത് പലപ്പോഴും തോന്നാറ് നമ്മുടെ മക്കൾക്കും തോന്നുന്നുണ്ട് അത്. അതായത് ഇതിൽ കാണുന്ന മേക്കപ്പ് ലുക്സ്, ഡ്രസ്സിങ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കയ്യിൽ അതുപോലെ ഐറ്റംസും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതൊക്കെ ഇല്ലാണ്ടാവും. നമ്മളതൊന്നും ഉപയോഗിക്കാത്ത നമ്മളത്ര ഭംഗി ഇല്ലല്ലോ എന്നുള്ളൊരു ഫീൽ. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ഇതൊക്കെ കാണുമ്പോൾ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മക്കളോട് പറയും, ഇതൊരു റിയൽ ലൈഫ് അല്ല മക്കളെ, ഇത് വെറുതെ വീഡിയോയിലൂടെ അവരതൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് കണ്ട് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്ത് അതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ നമ്മളുണ്ട്. പക്ഷെ അതില്ലാത്ത കുട്ടികൾക്ക് അത് അറിവില്ലാതെ അവരിത് കണ്ടുകൊണ്ട് ലൈഫിനെ കമ്പയർ ചെയ്തുകൊണ്ട് പല ചതിക്കുഴികളിലും പല വിഷമങ്ങളിലും പോയി ചെന്ന് പെടുന്നുണ്ട്.
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടുമ്പോൾ നമുക്ക് അടുത്തായിട്ട് വരുന്ന വലിയൊരു പ്രോബ്ലമാണ് നമ്മൾ അറിയാതെ തന്നെ ഒരു സൈലൻറ്റ് പ്രഷർ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വരാണ്. എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രഷർ നമ്മുടെ ലൈഫിൽ നിരന്തരമായിട്ട് വരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജീവിതത്തിലെ നല്ല നല്ല കാര്യങ്ങൾ പോലും നമുക്കത് നല്ലതായിട്ട് തോന്നാതാവും. കാരണം നമുക്ക് അതിനൊരു തൃപ്തി വരുന്നില്ല. എന്തോരം ചെയ്തിട്ടും തൃപ്തിയില്ല. ലൈഫിലൊരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വളർച്ചേനെ തന്നെയാണ് അത് എഫക്റ്റ് ചെയ്യണത്. നമ്മൾ അങ്ങനെ ഒരു പ്രഷർ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ലൈഫിൽ സന്തോഷം കിട്ടില്ല. അത് പല ഹെൽത്ത് ഇഷ്യൂസ് വരെ നമുക്ക് ഉണ്ടാക്കും. കാരണം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള ചിന്തയിൽ ആ ഒരു പ്രഷറിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്താ ഉണ്ടാവണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് റിയൽ ലൈഫ് ഉണ്ടാവുന്നതെന്നും അതോടൊപ്പം തന്നെ എങ്ങനെ നമ്മുടെ മൈൻഡിനെ റീഫ്രെയിം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുറേ നെഗറ്റീവ് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ തന്നിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് അതെൻ്റെ ലൈഫിൽ പോസിറ്റീവായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പോൾ എങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് നല്ല രീതിക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം? അതിന് ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഒരിക്കലും എൻ്റെ ലൈഫ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാളുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യാറേ ഇല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ടൻറ്റ് കണ്ടാൽ നിങ്ങൾക്കറിയാം എൻ്റെ ആദ്യത്തെ കണ്ടൻറ്റുകൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും. എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അന്നത്തേലും വിട്ടിട്ട്. അതുകൊണ്ട് എൻ്റെ കണ്ടൻറ്റ് കാണുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ബോറിംഗ് കാരണം എന്താ വെച്ചാൽ എന്നും ഒരുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് മത്സരിച്ചിട്ട് ഒരു പുതിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. അതേപോലെ തന്നെ പോകണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്, എന്ത് കണ്ടൻറ്റ് കാണുമ്പോഴും എനിക്ക് എന്താണ് ഇത് വെച്ചിട്ട് എൻ്റെ ലൈഫിൽ ചെയ്യാനായിട്ട് പറ്റുക, അതാണ് എപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നത്. അതിലാദ്യമായിട്ട് എൻ്റെ ലൈഫിൽ എൻ്റെ പേഴ്സണാലിറ്റിയിൽ എനിക്ക് കുറേ മാറ്റങ്ങൾ വരുത്തണം എന്ന് തോന്നിയപ്പോഴാണ് ഞാനിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയത്. എൻ്റെ ഹസ്ബൻഡാണ് എനിക്കൊരു മോട്ടിവേഷൻ തന്നത്. കാരണം നിൻ്റെ ക്യാരക്ടറിൽ ഇങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്താണെങ്കിൽ നിൻ്റെ കഴിവുകളൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അന്നൊക്കെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, എഴുതിയിട്ടുള്ളതാണ്. ഇപ്പോഴല്ലേ വ്ളോഗ് വന്നത്. അപ്പോൾ വ്ളോഗാണ്, വീഡിയോസിലൂടെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതാണ് വ്ളോഗുകൾ. അപ്പോൾ ഞാൻ പിന്നീട് യൂട്യൂബ് കാണാൻ തുടങ്ങി. അതിലാണ് ഞാൻ ഫോറിൻ ചാനൽസിൽ, ഇംഗ്ലീഷ് ചാനലുകളിലാണ് ഇതുപോലെയുള്ള കണ്ടൻറ്റുകൾ കണ്ടത്. ക്ലീനിങ് മോട്ടിവേഷൻ, വീട് മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ച്, ടൈം മാനേജ്മെൻറ്റ്, അതൊക്കെ എനിക്ക് ഭയങ്കര പുതിയ ടോപ്പിക്സ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം ഞാൻ പഠിച്ചെടുത്ത് അതെൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത് അത് നന്നായും തോന്നിയപ്പോൾ എന്നെപ്പോലെ തന്നെ മടി തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ആക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും അതിലൂടെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്. ഇന്ന് അതൊരു ജോലി പോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര നല്ലൊരു മാറ്റമാണ് സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് കിട്ടിയത്. എനിക്ക് ഒരുപാട് കോൺഫിഡൻസും ഒരുപാട് പേരെ പരിചയപ്പെടാനൊക്കെ പറ്റിയത് സോഷ്യൽ മീഡിയ വഴിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ, എന്തെങ്കിലും കാണുകയാണെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഈ വീഡിയോ കാരണം എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്കൊരു പുതിയ ബിസിനസ് ഐഡിയ, അല്ലെങ്കിൽ പുതിയൊരു ജോലി ചെയ്യാനുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന് സഹായിക്കുന്ന ഐഡിയാസ്, അങ്ങനത്തെയൊക്കെ നല്ല കണ്ടൻറ്റുകൾ കാണാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ഇപ്പോൾ തമാശയ്ക്ക് നമുക്ക് കോമഡി വീഡിയോസ് അങ്ങനത്തെയൊക്കെ കാണുന്നത് നല്ലതാണ്. കാരണം മൈൻഡ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും അത് സഹായിക്കുന്നുണ്ട്. നെഗറ്റീവായിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ തോന്നാണ് ഇതെന്നെ എനിക്ക് ഭയങ്കര ഈ ഒരു വ്യക്തിയുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യുക, അത് മാറ്റി വയ്ക്കുക. കാണണ്ട. ചിലപ്പോൾ നല്ല വീഡിയോസ് ആയിരിക്കും, പക്ഷെ നമുക്ക് നെഗറ്റീവ് വൈബ് നൽകുന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യരുത്. ഇനി യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഏതിലായാലും ഓവർ അഡിക്ഷൻ വരികയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് അത് യൂസ് ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു അഡിക്ഷൻ കുറയും. ഞാനൊക്കെ അതൊക്കെ തന്നെ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ കാണുന്നത് നല്ല രീതിക്കുള്ള കണ്ടൻറ്റ് നമ്മുടെ ആ ഒരു ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുള്ളായ കണ്ടൻറ്റ് ആയിരിക്കണം നമ്മുടെ ചാനലിൻ്റെ ഇതിൽ, നമ്മുടെ ഈ ഒരു യൂട്യൂബ് തുറക്കുമ്പോൾ വരുന്നത്. നമ്മൾ നിരന്തരമായിട്ട് നെഗറ്റീവായിട്ടുള്ളതും നമുക്ക് ഇഷ്ടമില്ലാത്ത കണ്ടൻറ്റ് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ആ ഒരു യൂട്യൂബിൻ്റെ ആ ഒരു ഫസ്റ്റ് പേജിൽ തന്നെ മുഴുവൻ അങ്ങനത്തെ വീഡിയോസ് ആവും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതാണോ നല്ലത്? നല്ലൊരു ഇത് ക്രിയേറ്റ് ചെയ്യണതാണോ നല്ലത്? നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഇന്ന് തന്നെ ഹിസ്റ്ററിയൊക്കെ ക്ലിയർ ചെയ്ത് നല്ല കണ്ടൻറ്റുകൾ കാണാനായിട്ട് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ കമ്പാരിസനൊക്കെ കുറച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് റിയൽ ആയിട്ട് ജീവിക്കാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.